ओम नमो भगवते वासुदेवाय। 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 हरे कृष्णा। श्रीमद् भागवतम प्रथम स्कंदम परमश्रेयस अध्याയം 14 ब्रह्मस्वि ശ്ലോകം നമ്പർ 4 മുതൽ 57 ഇപ്പോൾ വരുന്നുണ്ടല്ലേ. തസ്മാത് പ്രിയതമാസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് പ്രിയതമാസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ മുട്ടാണ് സകലം. പ്രഭു. ഹരേ കൃഷ്ണ. എന്താ പ്രഭു മുട്ടലാണ്. മുട്ടാണ്. ഓക്കെ, അതായത് ഞാൻ കേട്ടല്ലോ, അറിയില്ല. തസ്മാത് പ്രിയതമാസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദർത്ഥമേവ സകലം എക്കോ ജഗദേതച്ചരാചരം. കേക്കണ്ട പ്രഭു, എക്കോ. ഹരേ കൃഷ്ണ പ്രഭു. തസ്മാത് പ്രിയതമാ സ്വാത്മാ സർവേഷാമവിദേഹിനാം തദർത്ഥമേവ സകലം ജഗദേതച്ചരാചരം. അതാണ് പദാർത്ഥം. തസ്മാത് അത് കാരണം, പ്രിയതമ ഏറ്റവും പ്രിയപ്പെട്ട, ആത്മാ സ്വന്തം ആത്മാവ്, സർവേഷാം അഭി എല്ലാവർക്കും, ദേഹിനാം ശരീരികൾക്ക്, തത് അർത്ഥം അതിനായി, ഏവ തീർച്ചയായും, സകലം എല്ലാ, ജഗത്ത് ലോകം, ഏതത് ഈ, ചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതുമായ. വിവർത്തനം ശ്രീല പ്രഭാത് മഹാരാജ്ക്ക് ജയ്. അതിനാൽ ഓരോ ജീവാത്മാവിനും ഏറ്റവും പ്രിയപ്പെട്ടത് സ്വന്തം സത്തയാണ്. ഈ സത്തയുടെ തൃപ്തിക്ക് വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ ചരങ്ങളും അചരങ്ങളുമായ എല്ലാ വസ്തുക്കളും നിലകൊള്ളുന്നത്. ഭാവാർത്ഥം ഭക്തിവേദാന്ത അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. മൃഗങ്ങളെപ്പോലുള്ള ചലിക്കുന്ന ജീവസത്തകളെയും മരങ്ങളെപ്പോലുള്ള ചലിക്കാത്ത ജീവസത്തകളെയുമാണ് ചരാചരം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കുടുംബം, വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവ ചലിക്കുന്ന സ്വത്തുക്കളെയും വീടും വീട്ടു സാമഗ്രികളും പോലുള്ള ചലിക്കാത്ത സ്വത്തുക്കളെയും ചിലപ്പോൾ ഇപ്പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമേനം അവേഹി ത്വം ആത്മാനം അഖിലാത്മനാം ജഗദ്വ്യാസവ്യസ്രാം ദേഹി വാഭാതി മായയാ. കൃഷ്ണമേനം ആവേഹി ത്വം
ഹരേ കൃഷ്ണ. കൃഷ്ണമേനം ആവേഹിത്വം ആത്മാനം അഖിലാത്മനാം ജഗദ്ഗതീയ കവീന്ദ്രാः ദേഹ്യമഭാതിമായയാം. हरे कृष्ण प्रभु जी। कृष्णमेनमवेहि स्वात्मानाम् अखिलात्मनां जगद्हिताय सोऽप्यत्र देहि वाभादिमायया पदानुपदार्थम् कृष्णं परमपुरुषं कृष्णൻ ഏനം ഈ അവേഹി അറിഞ്ഞാലും ത്വം അങ്ങ് ആത്മാനം ആത്മാവ് അഖിലാത്മാനം എല്ലാ ജീവാത്മാക്കളുടെയും ജഗദ്ഹിതായ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി സ അദ്ദേഹം അഭി നിശ്ചയമായും അത്ര ഇവിടെ ദേഹി ഇവ മനുഷ്യനെ പോലെ ആഭാതി പ്രത്യക്ഷപ്പെടുന്നു മായ ഭഗവാന്റെ ആന്തരിക ശക്തി കൊണ്ട്. വിവർത്തനം: ശ്രീകൃഷ്ണനാണ് സർവ്വജീവസത്തകളുടെയും യഥാർത്ഥ ആത്മാവെന്നത് അങ്ങറിയണം. അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും നന്മയ്ക്കായി അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. ഇത് അവിടുന്ന് ചെയ്തത് അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയിലെ പ്രഭാവത്താലാണ്. എക്കോ കേൾക്കുന്നുണ്ടല്ലോ മാതാജി. കേൾക്കുന്നുണ്ടല്ലോ. എന്താണോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടേ. ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യചരിതാമൃതത്തിൽ മധ്യലീല 18.162 ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ശ്രീലാപ്രഭുപാദർ നൽകിയിരിക്കുന്നത് കാണുക. സ്വന്തം മക്കളെക്കാളും പ്രാണനേക്കാളും ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീ എസ് ഭക്തി വേദാന്ത സ്വാമി ശിലാപ്രഭു മഹാരാജ് കി ജയ് ഹോ. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യലീല 18.162 ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ശീലാപ്രഭുപാദർ നൽകിയിരിക്കുന്നു കാണുക. സ്വന്തം മക്കളെക്കാളും പ്രാണനേക്കാളും ശ്രീകൃഷ്ണനെ സ്നേഹിച്ച വൃന്ദാവനവാസികൾക്ക് ശ്രീകൃഷ്ണൻ ഇത്രയും പ്രിയപ്പെട്ടനായി തീർന്നത് എങ്ങനെയെന്ന് പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് അന്വേഷിച്ചു. സ്വന്തം ആത്മാവ് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഭൗതിക ശരീരമെടുത്ത ജീവസത്തകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ശുകദേവ ഗോസ്വാമി ഉത്തരമോദി. എന്നിരുന്നാലും ഈ ആത്മാവ് ശ്രീകൃഷ്ണന്റെ അവിഭാജ്യ ഘടകമാണ്. ഇക്കാരണത്താലാണ് എല്ലാ ജീവാത്മാക്കൾക്കും ശ്രീകൃഷ്ണൻ വളരെ പ്രിയപ്പെട്ടനാകുന്നത്. എല്ലാവർക്കും സ്വന്തം ശരീരം പ്രിയപ്പെട്ടതാണ്. ഈ ശരീരത്തിനുള്ളിൽ ആത്മാവ് വസിക്കുന്നു എന്നതിനാൽ എന്തു ചെയ്തും ശരീരത്തെ അവർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവും ശരീരവും തമ്മിലുള്ള തീവ്ര ബന്ധം കാരണം എല്ലാവർക്കും ശരീരം പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. അതുപോലെ ആത്മാവ് പരമപുരുഷനായ ശ്രീകൃഷ്ണന്റെ അവിഭാജ്യ ഘടകമായതിനാൽ എല്ലാ ജീവാത്മാക്കൾക്കും വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ആത്മാവ് തന്റെ യഥാർത്ഥ അവസ്ഥ മറന്നിട്ട് താൻ ശരീരം മാത്രമാണെന്ന് ദേഹാത്മ ബുദ്ധി വിചാരിക്കുന്നു. അങ്ങനെ ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമാകുന്നു. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ജീവാത്മാവ് ശ്രീകൃഷ്ണനോടുള്ള ആകർഷണം വീണ്ടും ഉണർത്തിയെടുത്താൽ താൻ ശരീരമല്ലെന്നും ശ്രീകൃഷ്ണന്റെ അവിഭാജ്യ ഘടകമാണെന്നും മനസ്സിലാകും. അങ്ങനെ ഈ അറിവ് അയാളിൽ നിറഞ്ഞാൽ പിന്നെ അയാൾ ശരീരത്തോടുള്ള മമത മൂലമോ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയോ അധ്വാനം ചെയ്യുകയില്ല. ജനസ്യ മോഹോയം അഹം അമേതി. ഞാൻ ഈ ശരീരമാണെന്നും ഇതെന്റേതാണ് എന്നും ചിന്തിപ്പിക്കുന്ന ഭൗതിക ജീവിതവും മായയാണ്.
നമ്മുടെ ആകർഷണം ശ്രീകൃഷ്ണന്റെ നേരെയാണ് തിരിച്ചുവിടേണ്ടത്. ശ്രീമദ് ഭാഗവതം 1.27 പ്രസ്താവിച്ചിരിക്കുന്നു, വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. പരമദിവ്യോത്തമപുരുഷനായ ശ്രീകൃഷ്ണനെ ഭക്തിയുടെ സേവനം സമർപ്പിക്കുന്നതിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും ഒരാൾക്ക് ഉടനടി സിദ്ധിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 56. വസ്തുതോ ജാനാതാമത്ര കൃഷ്ണം സ്ഥാശ്ചരിഷ്ണു ച ഭഗവദ്രൂപം അഖിലം നാന്യത് വസ്തുഇഹ കിഞ്ചന. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്ഥാശ്ചരിഷ്ണു ച ഭഗവദ്രൂപം അഖിലം നാന്യത് വസ്തുഇഹ കിഞ്ചന. വസ്തുതോ ജാനാതം അത്ര കൃഷ്ണം സ്ഥാശ്ചരിഷ്ണു ച ഭഗവദ്രൂപം അഖിലം ചാന്യത് വസ്തുഇഹ കിഞ്ചന. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. വസ്തുതഃ സത്യത്തിൽ, ജാനതാം അറിയുന്നവർക്ക്, അത്ര ഈ ലോകത്തിൽ, കൃഷ്ണം ശ്രീകൃഷ്ണ ഭഗവാൻ, സ്ഥാസ്നു ചരിക്കാത്ത, ചരിഷ്ണു ചലിക്കുന്ന, ച ഭഗവത് രൂപം ദിവ്യോത്തമ പുരുഷന്റെ ഭഗവാന്റെ പ്രകടമാകുന്ന രൂപങ്ങൾ, അഖിലം സർവവും, ന അന്യത് മറ്റൊന്നുമില്ല, വസ്തു ഇഹ ഇവിടെ, കിഞ്ചന തന്നെ. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീകൃഷ്ണനെ യഥാരൂപത്തിൽ മനസ്സിലാക്കിയ ഭൂലോകവാസികൾ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കളെയും പരമദിവ്യോത്തമ പുരുഷന്റെ പ്രകടിത രൂപങ്ങളായി കാണുന്നു. അത്തരം ബോധോദയം സിദ്ധിച്ചവരായ വ്യക്തികൾ പരമപുരുഷനായ ശ്രീകൃഷ്ണനെ വേറിട്ട ഒരു യാഥാർത്ഥ്യത്തെയും കാണുന്നില്ല. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാറ്റിന്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു. എന്നാലും പുരോഗതിയുടെ ക്രമം ശക്തിമാനിൽ നിന്ന് വികസിത ശക്തിയിലേക്ക് എന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദിമ വ്യക്തിത്വം. അദ്ദേഹത്തിൽ നിന്ന് മറ്റെല്ലാം വ്യക്തിത്വങ്ങളും പുറപ്പെടുന്നു. അദ്ദേഹമാണ് പരമശക്തിമാൻ. അദ്ദേഹത്തിൽ നിന്ന് അളവിലും എണ്ണത്തിലും വൈവിധ്യമാർന്ന ശക്തികൾ പുറപ്പെടുന്നു. സ്വന്തം ശക്തികളിലൂടെ വികസിക്കുന്ന ഭഗവാന്റെ രൂപങ്ങളാണ് നമ്മുടെ ശരീരം, ആത്മാവ്, കുടുംബം, രാജ്യം, ഗ്രഹം, പ്രപഞ്ചം, അങ്ങനെ എല്ലാം. നമ്മുടെ സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും ഒക്കെ പരമമായ ലക്ഷ്യം ശ്രീകൃഷ്ണനാണ് എന്ന് നിശ്ചയം. ശരീരം, കുടുംബം, വീട് എന്നിവയൊക്കെ രണ്ടാമതായി വരാവൂ. മാത്രമല്ല സൂക്ഷ്മമായി അപഗ്രഹിച്ചു നോക്കിയാൽ ഈ രണ്ടാം തരത്തിൽപ്പെടുന്ന സ്നേഹഭാജനങ്ങളും ഭഗവാന്റെ രൂപപ്രകടനങ്ങൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അന്തിമമായ നിഗമനം ഇതാണ്: ശ്രീകൃഷ്ണനാണ് നമ്മുടെ ഏക സുഹൃത്തും പ്രേമഭാജനവും. ശ്രീകൃഷ്ണ എന്ന ഗ്രന്ഥത്തിൽ ശ്രീല പ്രഭുപാദർ ഈ ശ്ലോകത്തിന്റെ ഭാഷ്യം ഇപ്രകാരം കുറിക്കുന്നു: ശ്രീകൃഷ്ണന്റെ വികാസമായി തീരാതെ ഒന്നും ആകർഷകമാവില്ല. ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ ശ്രീകൃഷ്ണൻ കാരണമാണ് എന്തും ആകർഷകമാകുന്നത്. അതിനാൽ സർവ്വസുഖങ്ങളുടെയും സംഭരണി ശ്രീകൃഷ്ണനാണ്. എല്ലാറ്റിന്റെയും പ്രവർത്തന തത്വം ശ്രീകൃഷ്ണൻ തന്നെ. ഏറ്റവും ഉന്നത വിധാനത്തിലെത്തിയ അതീന്ദ്രിയവാദികൾ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയാണ് എല്ലാം കാണുന്നത്. ഒരു മഹാഭാഗവതൻ അഥവാ അത്യുന്നതനായ ഭക്തൻ ചരാചരാത്മകമായ ഈ ജീവാത്മാക്കളുടെ എല്ലാം പ്രവർത്തന തത്വമായി ശ്രീകൃഷ്ണനെയാണ് കാണുന്നതെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അതിനാൽ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലുള്ളവയെല്ലാം അവൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെടുത്തി കാണുന്നു. ഹരേ കൃഷ്ണ. 57. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതാ തസ്യാപി ഭഗവാൻ കൃഷ്ണ കിം തദ് വസ്തുരൂപ്യതാം. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതാ തസ്യാപി ഭഗവാൻ കൃഷ്ണ കിം തദ് വസ്തുരൂപ്യതാം. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതാ തസ്യാപി ഭഗവാൻ കൃഷ്ണ കിം തദ് വസ്തുരൂപ്യതാം. ജയമാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. സർവേഷാമപി എല്ലാറ്റിന്റെയും, വസ്തൂനാം സാധനങ്ങൾ, ഭാവാർത്ഥ ഭൗതിക പ്രകൃതിയുടെ പ്രകടിതമാകാത്ത മൂലരൂപം, ഭവതി ആകുന്നു, സ്ഥിതഃ സ്ഥിതി ചെയ്തിരിക്കുന്നു, തസ്യാപി പ്രകടിത പ്രകൃതിയുടെ ഭഗവാൻ കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ
കിം എന്ത്, അതത് അവനിൽ നിന്ന് വേറിട്ട, വസ്തു സാധനം രൂപ്യത ഉറപ്പിക്കാം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക പ്രകൃതിയുടെ അപ്രകടിതമായ മൂലരൂപമാണ് എല്ലാ ഭൗതിക വസ്തുക്കളുടെയും ഉറവിടം. ആ സൂക്ഷ്മമായ ഭൗതിക പ്രകൃതിയുടെ ഉറവിടം പോലും പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനാകുന്നു. അപ്പോൾ പിന്നെ ഭഗവാനിൽ നിന്ന് വേറിട്ടുള്ളതെന്ന് എന്തിനെക്കുറിച്ച് ഒരുവന് ഉറപ്പിച്ച് പറയാനാകും? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജന പ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുധവ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയാ വൈഷ്ണവസാർവഭൗമോ ശ്രീജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. ഏച്ചായ് ഘോഷായ് കോരിചരൺ ബന്ധൻ ജാമോത് വിഘ്നാനാശ് അഭീഷ്ടപൂരൺ. വാഞ്ചാ കൽപദ്രുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹോദന്യായ കൃഷ്ണ പ്രേമപദായ തേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്വഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. ജയദാം സരദോ പങ്കോർ മമ മന്ദമതേ ഗതി മത്സർവസ്വപദാംബോജോ രാധാ മദന മോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപതുമദാ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസനസാരംഭി വംശീവടത്തടസ്ഥിതഃ കർഷൺ വേണുസ്വനൈർഗോപീ ഗോപിനാഥശ്യേതുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം തദത്തമേവ സകലം ജഗദേതച്ചരാചരം. Therefore, it is his own self that is most dear to every embodied living being, and it is simply for the satisfaction of this self that the whole material creation of moving and non-moving entities exists. Hare Krishna.
പരീക്ഷ മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ശ്ലോകങ്ങള് ശുഭദേവ് ഗോസ്വാമി പറഞ്ഞിരുന്നത്. ചോദ്യം എന്തായിരുന്നു വിനയ് ബ്രോ? പരീക്ഷ മഹാരാജാവിന്റെ ചോദ്യം എന്തായിരുന്നു? കൃഷ്ണ ഓക്കെ. എന്തുകൊണ്ടാണ് സ്വന്തം കുട്ടികളെക്കാൾ കൂടുതൽ പ്രേമം ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കും കൃഷ്ണനോട് തോന്നിയത്, അല്ലെ കൃഷ്ണനോട് തോന്നുന്നത്? ഇതാണ് ചോദ്യം. തന്റെ കുഞ്ഞുങ്ങളെക്കാളും ഗോപിമാർക്ക് തന്റെ കുഞ്ഞുങ്ങളെക്കാളും പശുക്കൾക്ക് തന്റെ കിടാങ്ങളെക്കാൾ കൂടുതൽ പ്രേമം, കൂടുതൽ അറ്റാച്ച്മെന്റ്, അടുപ്പം അല്ലെങ്കിൽ ആസക്തി കൃഷ്ണനോടാണ്. അത് എന്തുകൊണ്ടാണ്? പിന്നീട് ഒരു വർഷം ഈ കുട്ടികൾ അന്തർധാനം ചെയ്ത് കൃഷ്ണൻ ആ കുട്ടികളായി വന്നപ്പോ, പശുക്കിടങ്ങളായിട്ട് വന്നപ്പോ ഈ മാതാജിമാർക്ക്, ഈ ഗോപിമാർക്കും പശുക്കൾക്കും കൃഷ്ണനോട് തോന്നിയ അതേ പ്രേമം തന്നെ ഈ കുട്ടിയോടും തോന്നി. അത് അവർക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കൃഷ്ണനോട് അവർക്ക് നേരിട്ട് പ്രേമുണ്ട് തന്റെ കുട്ടികളെക്കാളും. പിന്നെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ കൊല്ലം കൊണ്ട് ഈ കൊല്ലത്ത് തന്റെ കുട്ടികളോട് കൂടുതൽ പ്രേമം? അത് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം കൃഷ്ണനാണ് തന്നെയാണെന്ന്, കൃഷ്ണൻ തന്നെയാണ് വിശ്രമം ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷെ പ്രധാന ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് സ്വന്തം കുട്ടികളെക്കാൾ കൂടുതൽ ഇഷ്ടം കൃഷ്ണനോട്? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് നമുക്ക് ഭഗവാനോട്, ബാക്കിയെല്ലാം കൂടുതൽ പ്രേമം ഭഗവാനോട് തോന്നാൻ കാരണം ഇതാണ് ചോദ്യം. അപ്പൊ അതിന് വളരെ ശാസ്ത്രീയമായിട്ട് അടിത്തട്ടിൽ നിന്ന് ശുഭദേവ് ഗോസ്വാമി പറയണം, സകല ആൾക്കാർക്കും തന്നോട് തന്നെയാണ് പ്രേമം. താൻ എന്നുള്ളത് ഏറ്റവും സ്ഥൂലമായ അവസ്ഥയില് ശരീരത്തിനെ ആയിട്ട് കണക്കാക്കും. ഭാഗവതത്തിൽ തന്നെ 10ാം സ്കന്ധത്തിൽ പറയുന്നുണ്ടോ? കുണവേ ത്രിധാതുകേ യസ്യ ആത്മബുദ്ധി കുണവേ ത്രിധാതുകേ യസ്യ ആത്മബുദ്ധി കുണവേ ത്രിധാതുകേ. താൻ എന്നുള്ളത് ഈ 3 ധാതുക്കൾ കൊണ്ടുണ്ടാക്കിയത് ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ആദ്യത്തെ ലെവല്, ഏറ്റവും ഗ്രോസ് ലെവല് ഈ ശരീരം തന്നെയാണ് താൻ. അപ്പൊ ഈ ശരീരം താനായതുകൊണ്ട് തന്നോട് പ്രേമമുള്ളതുകൊണ്ട് ഈ ശരീരത്തിനോട് പ്രേമം വരികയാണ്. തന്നോട് പ്രേമമുള്ളതുകൊണ്ട് ഈ ശരീരത്തിനോട് പ്രേമം. കുറച്ചുകൂടി കഴിയുമ്പോൾ അഹം, ഞാനല്ല, ഈ ശരീരം അല്ല ഞാൻ, ഈ ശരീരം എൻ്റേതാണ് എന്ന് രണ്ടാമത്തെ ലെവലെത്തുമ്പോൾ ഈ ശരീരം എൻ്റേതാണ്, ഞാൻ ഈ ശരീരമല്ല, പക്ഷെ ഈ ശരീരം എൻ്റേതാണ് എന്ന് പറയുമ്പോൾ താനല്ല ശരീരം വേറെന്താണ് മനസ്സിലായി. എന്നാലെന്താണ്? ആ തന്നോട് തന്നെയാണ് അറ്റാച്ച്മെന്റ്, തന്നോട് തന്നെയാണ് സ്നേഹം. അതുകൊണ്ട് തൻ്റെ ശരീരമായതുകൊണ്ട് ഈ ശരീരത്തിനോട് ഇഷ്ടം വരികയാണ്, അറ്റാച്ച്മെന്റ് വരികയാണ്. സുധീ കളത്രാദിഷു ഭൗമ യുജ്യതി യസ്യാത്മബുദ്ധേ കുണവേ ത്രിധാതുകേ സ്വധീ കളത്രാദിഷു ഭൗമ യുജ്യതി. അപ്പോ തൻ്റെ ശരീരമായത്, ഇത് തൻ്റെ ശരീരമായത്, തൻ്റെ ശരീരത്തിന്റെ പ്രേമം. മാത്രമാണ് ഈ ശരീരത്തിന്റെ വിസ്തരണങ്ങളായിട്ടുള്ള ഭാര്യ, കുട്ടികൾ, രാഷ്ട്രം എന്നിവ അവരോടും അറ്റാച്ച്മെന്റ് എന്തുകൊണ്ടാണ്? തന്നോടുള്ള ഇഷ്ടം കാരണം തന്നെ. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് തൻ്റെ ശരീരത്തിനോടും, തൻ്റെ ശരീരത്തിന്റെ വിസ്തരങ്ങളായിട്ടുള്ള ഭാര്യ, കുട്ടികള്, പിന്നെ ക്ഷേത്രം, ധനം, സ്വർണം, ആനകുതിര, രാഷ്ട്രം, ഇതെല്ലാം തൻ്റെ ശരീരത്തിന്റെ എക്സ്പാൻഷൻസ് ആയതുകൊണ്ട് തന്നോട്, അവരോട് ഇഷ്ടം കടന്ന് തന്നോട് പ്രേമങ്ങളുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിൽ 54 ശ്ലോകത്തിൽ പറയുന്നതാണ് ചരാചരം എന്ന് പറയുമ്പോൾ എന്താണ്? ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ളത്. ഇപ്പൊ ചലിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വൃക്ഷങ്ങളല്ല, പറയും മൃഗങ്ങള്, മനുഷ്യര്, ഇതിനും ചലിക്കുന്ന ആൾക്കാരാണ്. വൃക്ഷങ്ങള്, ഇതിനെല്ലാം ചലിക്കാത്ത. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനം എല്ലാത്തിനും തന്നോട് തന്നെയുള്ള ഏറ്റവും അടക്കാനാവാത്ത പ്രേമം കൊണ്ടാണ് ഈ ലോകത്തിൽ കാണുന്ന ചരാചരങ്ങളോട് തനിക്ക് സ്നേഹം തോന്നുന്നത്. ഒരാൾക്ക് സ്നേഹം തോന്നുന്നതാണ്
എല്ലാത്തിനോടും സ്നേഹം തോന്നുന്നതാണ്, എല്ലാ ചരാചരങ്ങളും സ്നേഹം തോന്നുന്നതാണ്, തന്നോടുള്ള ഇഷ്ടം കൊണ്ട്, തന്നോടുള്ള മമത കൊണ്ട്. അപ്പൊ ചരാചരം വേറെ രീതിയിൽ പറയുന്നുണ്ട്. ചരാചരം ചരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൻ്റെ ഭാര്യ, കുട്ടികള്, അവരെല്ലാം, പിന്നെ തൻ്റെ വളർത്തുമൃഗങ്ങള്, പശു, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങള്, അവരെല്ലാം ചലിക്കുന്നതും, പിന്നെ എന്താണ്, തൻ്റെ വീട്ടിലിരിക്കുന്ന സാമഗ്രികള് അതെല്ലാം ചലിക്കാത്തതും. ആ നിലയിൽ നോക്കിയാലും ശരി, എന്താണ്, അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്തുകൊണ്ട്? തന്നോടുള്ള അറ്റാച്ച്മെന്റ് കാരണം, തന്നോടുള്ള സ്നേഹം കാരണം, മമത കൊണ്ട് തനിക്ക് ഈ ഇതിനോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ അടിസ്ഥാനമായിട്ട് എല്ലാവർക്കും തന്നോട് തന്നെയാണ് പ്രേമമുള്ളത്. ഇപ്പൊ അടുത്ത ശ്ലോകത്തില് പറയുന്ന വെച്ചാൽ കൃഷ്ണമേനം ആവേഹീവം ആത്മാനം അഖിലാത്മനാം ജഗദിതായ സ്വഭ്യത്രാം ദേഹിവാഭാതി മായയാ. You should know that Krishna to be the original soul of all living entities. For the benefit of the whole universe, he has, out of his causeless mercy, appeared in an ordinary human being. As an ordinary human being, he has done this by the strength of his internal potency. ഇവിടെ ഇനി മനസ്സിലാക്കൂ എന്നാണ്, എല്ലാ ആത്മാക്കളുടെയും. ഇപ്പോൾ ഞാനൊരു ആത്മാവാണ്, എനിക്ക് എൻ്റെ ആത്മാവിനോട് പ്രേമമുള്ളതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോട് പ്രേമമുണ്ട്. വേറെ അയാളൊരു ആത്മാവാണ്, അയാളുടെ ആത്മാവിനോട് പ്രേമമുള്ളതുകൊണ്ട് ആ ആത്മാവിനോട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളോട് ആൾക്ക് പ്രേമം ഉണ്ടാവണം. അങ്ങനെ എല്ലാ ആത്മാക്കൾക്കും അവരുടേതായിട്ടുള്ള പ്രേമം ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്, എല്ലാ ആത്മാക്കളുടെയും സൂപ്പർ സോൾ ആയിട്ടുള്ള, എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കൃഷ്ണനാണ്. കൃഷ്ണ ഈസ് ഒറിജിനൽ സോൾ ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റി. എല്ലാ ആത്മാക്കളുടെയും ഒറിജിനൽ സോൾ. കൃഷ്ണനിൽ നിന്നാണ് എല്ലാം ഒന്നർത്ഥം. കൃഷ്ണനാണ് ഒറിജിനൽ സോൾ. ഈ ഒറിജിനൽ ആയിട്ടുള്ള ആത്മാവിൽ നിന്നാണ് അതിനെ നമ്മൾ പരമാത്മാവെന്ന് വിളിക്കുന്നു. ആ പരമാത്മാവിന്റെ വിസ്തരണങ്ങളാണ് ബാക്കിയുള്ള ആത്മാക്കൾ. അപ്പോൾ ഈ കൃഷ്ണന്റെ പ്രേമം കൊണ്ട്, ആൾക്കാരുടെ പ്രേമം കൊണ്ട്, സ്വന്തം ആൾക്കാരുള്ള പ്രേമം കൊണ്ട് കൃഷ്ണൻ ഇപ്പൊ ഇവിടെ എന്താണ്, സാധാരണ ആളെ പോലെ വന്നിരിക്കുകയാണ്. പക്ഷേ കൃഷ്ണൻ സാധാരണ ശരീരമല്ല. കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തി കൊണ്ടാണ് ഇവിടെ വരുന്നത് എന്ന് പറയണം. അപ്പോ ഇവിടെയാണ് ആ റിയലൈസേഷൻ വേണ്ടത്. നമ്മൾ എന്നുള്ള ജീവാത്മാക്കൾ ഭഗവാന്റെ അംശമാണ്. അത് ഒരു ഇടയിൽ കിടക്കുന്ന ഒബ്ജക്റ്റ് ഉള്ള നമുക്ക് നമ്മുടെ പ്രേമം. പക്ഷെ ആ പ്രേമം ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് ആണ്. അൾട്ടിമേറ്റ് ആയിട്ട് കൃഷ്ണനാണ്. ദ ഫൈനൽ ഹയസ്റ്റ് ഒബ്ജക്റ്റ് കൃഷ്ണനാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള. അതിന്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ ആത്മാവ്. അപ്പൊ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാത്തോളം കാലം, കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, കൃഷ്ണനാണ് ഹയസ്റ്റ് ഗോൾ എന്ന് മനസ്സിലാക്കാത്തോളം കാലം നമുക്ക് നമ്മള് ഏറ്റവും ആരാധ്യമായിട്ട്, ഏറ്റവും പ്രേമഭാചകമായിട്ട് നമ്മളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഒരിക്കൽ ആ വസ്തുത മനസ്സിലാക്കുകയാണ്, കൃഷ്ണനാണ് എല്ലാ ആത്മാക്കളുടെയും ഉൽപ്പത്തി. സർവസ്യ പ്രഭവ തത്വസർവ പ്രവർത്തതേ. എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയും അടിസ്ഥാനവും കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ പ്രേമം, തന്നോടുള്ള പ്രേമം കൃഷ്ണനിലോട്ട് വരികയാണ്. കൃഷ്ണ ഇസ് ദ സോൾ ഓഫ് ദി യൂണിവേഴ്സ്. അഖിലാത്മനാണ് കൃഷ്ണ. അഖിലാത്മ കൃഷ്ണൻ എല്ലാ ലോകത്തിൻ്റെയും സോളാണ്. യൂണിവേഴ്സൽ സോൾ. വേദാന്തികള് അല്ലെങ്കിൽ അദ്വൈതവാദികള് ഇതിനെ അംഗീകരിക്കണം, യൂണിവേഴ്സൽ സോൾ. പക്ഷെ യൂണിവേഴ്സൽ സോൾ എന്നുള്ളത് അവരെ സംബന്ധിച്ചാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് മാത്രമേ. പക്ഷെ ഇവിടെ പറയുന്നത് കൃഷ്ണൻ അഖിലാത്മാവാണെന്ന് വെച്ചാൽ കൃഷ്ണൻ എന്ന ഭഗവാൻ, കൃഷ്ണൻ എന്ന വ്യക്തി, കൃഷ്ണൻ എന്ന ട്രാൻസ്ജെൻഡർ പേഴ്സൺ, ആ പേഴ്സൺ ആണ് അഖിലാത്മാവ്. ആ അഖിലാത്മാവ് പരമാത്മാവായിട്ട് എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നു. സർവസ്യചാഹം സ്തുതിസന്നിവിഷ്ടോ മത്തസ്മൃതിർ ജ്ഞാനമബോഹനം ച വേദേശ്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത്. എല്ലാ വേദങ്ങളും പറയുന്നത് തന്നെയാണ്. സകല വേദങ്ങളും സകല ഉപനിഷത്തും പറയുന്നതാണ് കൃഷ്ണനാണ്
എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുന്നത്. അത് മനസ്സിലാക്കിയ ആള്, വേദങ്ങൾ മനസ്സിലാക്കിയ, വേദങ്ങളുടെ ശരിയായ സാരം മനസ്സിലാക്കിയ ആള്, വേദങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല, വേദങ്ങളുടെ സാരം മനസ്സിലാക്കിയ ആള്, സാരമാണ് പ്രധാനം. ഈ സാരം മനസ്സിലാക്കിയ ആള് കൃഷ്ണനെ തന്നെ മനസ്സിലാക്കും. കൃഷ്ണൻ അഖിലാത്മാവ് എന്ന് പറയും. ഒരാള് തന്റെ കുട്ടികളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് തന്റെ ഭൗതിക ശരീരത്തിന് സന്തോഷം നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ സ്നേഹിക്കണം. പിന്നെ അയാള് സ്വന്തം ശരീരത്തിനെ പ്രേമിക്കുന്നു. കാരണം എന്താണ്? ആ ശരീരം ജീവാത്മാവിന് സുഖം നൽകുന്നു. കാരണം ജീവാത്മാവിന്റെ ആണ് ഈ ശരീരം. ജീവാത്മാവിന്റെ വാഹനമാണ് ഈ ശരീരം എന്നുള്ളത്. അതുകൊണ്ട് താൻ തൻ്റെ ശരീരത്തിനെ സ്നേഹിക്കുമ്പോൾ ആക്ച്വലി താൻ തൻ്റെ ജീവാത്മാവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ആത്മാവിനെ പ്രേമിക്കുമ്പോൾ ഞാൻ ആക്ച്വലി കൃഷ്ണനെയാണ് പ്രേമിക്കുന്നത്. കാരണം കൃഷ്ണനാണ് ഈ ആത്മാവിൻ്റെ ഉടമ. അപ്പൊ ഞാൻ എൻ്റെ ആത്മാവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കൃഷ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ പറയാണ് കാണുന്നത്, വിഷ്ടഭ്യാഹം ആം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് 10:40 പറയുന്നത്. വിഷ്ടഭ്യാഹം അഹം കൃഷ്ണം, എല്ലാ കൃഷ്ണം, സകല യൂണിവേഴ്സ്, സകലനെ എൻ്റെ ഒരു അംശം കൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയാണ് ആദ്യം എന്താണ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്നേഹം എന്താണ്? നമ്മുടെ കുട്ടികൾ നമ്മുടെ ശരീരത്തിന്റെ എക്സ്പാൻഷൻ ആണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനോട് എന്തുകൊണ്ടാണ് പ്രശ്നം? കാരണം നമ്മൾ ആത്മാവിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ സ്വന്തമാണ് ഈ ശരീരം. അപ്പൊ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ പ്രേമം എന്തുകൊണ്ടാണ്? കൃഷ്ണന്റെ ഭാഗമാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രേമഭാജകം കൃഷ്ണൻ തന്നെയാണ് എന്നിവിടെ പരീക്ഷന്മാരത് സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണനാണ്. അതുകൊണ്ട് വ്രജഗോപിക്ക് കൃഷ്ണനേക്കാൾ അല്ലെ സ്വന്തം കുട്ടികളെക്കാൾ കൂടുതൽ സ്നേഹം കൃഷ്ണനോടാണ് എന്ന് കാരണം ഇതാണ്. വ്രജത്തിലിരിക്കുന്ന സകല ജീവാത്മാക്കളും ഇത് മനസ്സിലാക്കിയ ആൾക്കാരാണ്. അത് അവർക്ക് സ്വാഭാവികമാണ് മനസ്സിലാക്കിയാണ്. അതേ സമയത്ത് നമ്മളെ പോലത്തെ ബദ്ധാത്മാക്കൾക്ക് എന്താണ്? നമുക്ക് കൃഷ്ണനോട് യാതൊരു പ്രേമവും ഇല്ല, കൃഷ്ണനോട് യാതൊരു ഭക്തിയില്ല. കാരണം നമ്മുടെ നോളജ് ഇസ് കവർഡ് ബൈ മായ. നമ്മുടെ ജ്ഞാനമില്ല, നമ്മൾ കൃഷ്ണനെ കാണുന്നില്ല. നമ്മൾ കൂടി വന്നാൽ നമ്മുടെ ആത്മാവിനെ മാത്രമേ കാണുള്ളൂ. അതുപോലും കാണാത്ത വെറും പ്രാകൃത ആൾക്കാര് ശരീരത്തെ മാത്രം കാണും. പക്ഷെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കൃഷ്ണനെ മനസ്സിലാക്കുന്നതാണ്. അതാണ് യസ്മിൻ ജ്ഞാനാർത്ഥം സർവവേദം വിജ്ഞാനം ഭവതി. ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സകല കാര്യങ്ങളും നമുക്ക് അറിവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ മനസ്സിലാക്കാത്ത ആൾ, കൃഷ്ണനെ ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? കാരണം അവരുടെ എല്ലാ പ്രേമവും തൻ്റെ കുട്ടികളോടാണ് കാണിക്കുന്നത്. സകല പ്രേമവും, തൻ്റെ ആ ആരാധന പ്രേമവും സ്നേഹഭാവങ്ങളും മമതയും ഒക്കെയും തൻ്റെ കുട്ടികളിൽ അർപ്പിച്ചിരിക്കുകയാണ്, തൻ്റെ ബാക്കിയുള്ള വീട്ടുകാരിൽ അർപ്പിച്ചിരിക്കുകയാണ്, തൻ്റെ രാഷ്ട്രത്തിലേക്ക് അർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കൃഷ്ണനോട് പ്രേമം ഉണ്ടാവില്ല. അത് കൃഷ്ണനെ നേരിട്ട് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഇവരെ ശരിയായിട്ടുള്ള തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇവിടെ വരുന്നത്. കൃഷ്ണൻ സാധാരണ ഒരു ആത്മാവായിട്ട് അല്ലെങ്കിൽ സാധാരണ മനുഷ്യനായിട്ട് ഇവിടെ വരുമ്പോൾ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃഷ്ണൻ ഇവിടെ വരുമ്പോഴും കൃഷ്ണൻ എന്താണ്? അദ്ദേഹത്തിന്റെ ഇൻറ്റർപോർട്ടൻസ് എന്നാണ്. അജോബിസൻ, അവ്യാത്മാ, ഭൂതാനം, ഈശ്വരോബിസൻ. പക്ഷെ ബുദ്ധിയില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്ത ആൾക്കാർ എന്താണ്? കൃഷ്ണൻ ഒരു ശരീരം തന്നെ പോലത്തെ ഒരു ശരീരം എടുത്താണ് ഇവിടെ വരുന്നത്. ക്രിയേറ്റഡ് ബൈ മായ എന്ന് വിചാരിക്കും. അപ്പോ ശ്രീ വിശ്വനാഥ ചക്രവർത്തി എന്തെല്ലാം പറഞ്ഞു? വിശ്വനാഥ ചക്രവർത്തി മധുസൂദന സരസ്വതി, ഇടയ്ക്കിടയ്ക്ക് വിശ്വനാഥ ചക്രവർത്തി മധുസൂദന സരസ്വതി കൂട്ടി. കാരണം മധുസൂദന സരസ്വതി ശങ്കരാചാര്യക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആചാര്യനാണ്.
അദ്വൈതികളുടെ ഏറ്റവും വലിയ ആചാര്യൻ മധുസൂദന സരസ്വതി. അപ്പൊ മധുസൂദന സരസ്വതി ഇതിനെ വിശദീകരണം കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സച്ചിത് സുഖൈക വപുസ പുരുഷോത്തമസ്യ നാരായണസ്യ മഹിമ നഹി മാനം ഏതി. സച്ചിത് സുഖൈക വപുസ, വപുസ വെച്ചിരിക്കുന്ന ശരീരം, സത്ത് ചിത്ത് ആനന്ദം കൊണ്ട് ഉണ്ടാക്കിയതാണ് പുരുഷോത്തമസ്യ, പുരുഷോത്തമനായിട്ടുള്ള കൃഷ്ണന്റെ ശരീരം എന്നുള്ളത് സച്ചിത് ആനന്ദ വിഗ്രഹമാണ്. അതുകൊണ്ട് നാരായണസ്യ മഹിമ നഹി മാനമേതി, അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ മഹിമ എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് കൃഷ്ണന്റെ ശരീരം എന്നുള്ളത് ഭൗതികമല്ല, കൃഷ്ണന്റെ രൂപം എന്നുള്ളത് തികച്ചും 100% ആത്മീയമാണ്, ലവലേശം പോലും ഭൗതിക ലാഞ്ചന ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയാൾക്ക് മാത്രമേ കൃഷ്ണന്റെ ശരിയായിട്ടുള്ള മഹിമ മനസ്സിലാക്കാൻ പറ്റൂ. എന്നാലും അദ്ദേഹം പറയുന്നുണ്ട്, മധുസൂദന സരസ്വതി പറയുന്നുണ്ട്, ചിദാനന്ദമകരം ജലട രുചി സാരം സ്ഥിതികരം വ്രജസ്ത്രീനാം ഹാരം. കൃഷ്ണ ചാംസ് വ്രജസ്ത്രീനാം ഹാരം. കൃഷ്ണ ചാംസ് all the women of Vraja. Krishna എല്ലാ വ്രജ ഗോപികളെ ആകർഷിക്കുന്നു. The Vedas declare that Krishna's form, dark like a monsoon cloud, നവാംബുദ മേഘം നിറമുള്ള കൃഷ്ണന്റെ രൂപം എന്നുള്ളത് ഈസ് എറ്റേണൽ ആൻഡ് ഫുൾ ഓഫ് ബ്ലിസ്. അത് നിത്യമാണ്, ശാശ്വതമാണ്, ആനന്ദമയമാണ്. അപ്പോൾ ഈ ശരീരത്തിനോട് നമുക്ക് പ്രേമം തോന്നുകയാണെങ്കിൽ, ഈ ശരീരത്തിന് പ്രേമം തോന്നുകയാണെങ്കിൽ, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ശരീരത്തിന് പ്രേമം തോന്നുമ്പോൾ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ആത്മാവിനെ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ ആത്മാവിനെ ശരിക്കും സന്തോഷം ഉണ്ടാവുന്നത്. ചിലർക്കറിയാവും ഭഗവാനെ അധോക്ഷജനാണ്, നമ്മുടെ ഭൗതികമായ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ നമ്മൾ കൃഷ്ണനെ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതിന് കൃഷ്ണന്റെ ശരീരം എങ്ങനെ ട്രാൻസെൻഡ് ആവാം? ചോദ്യം അതാണ്. ചോദിക്കാലോ, നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ട് കൃഷ്ണൻ അധോക്ഷജനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ രൂപം കൊണ്ട്, ഭൗതികമായ നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ കൃഷ്ണനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ രൂപം എന്നുള്ളത് ഭൗതികമല്ലേ എന്നൊരു ചോദ്യം വരാം. അപ്പൊ അതിന് മറുപടിയായിട്ടാണ് ഈ ബൈ കോസ്റ്റ്ലെസ് മേഴ്സി, അഹേതുവായിട്ടുള്ള കൃപ കൊണ്ടാണ് കൃഷ്ണൻ ഈ ശരീരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ ശരീരം അഹേതുവായ ട്രാൻസെൻഡന്റാണ്, അതീന്ദ്രിയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അഹേതുവായ കൃപ കൊണ്ടാണ് ഈ ശരീരം വേണ്ടത്. പക്ഷെ ഈ ശരീരം ഇതിനെ അഭൗതികത അല്ലെങ്കിൽ അതീന്ദ്രിയമാണ് ശരീരം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയാമാം, ഭക്തി കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല, വേറെ ഒന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത ശ്രീകൃഷ്ണനാമാദി ന ഭവേഗ്രാഹ്യമേന്ദ്രിയേ സേവോന്മുഹി ജിഹാദോ സ്വയം സ്മൃതിയത. സേവ കൊണ്ട്, നാവ് കൊണ്ട് സേവ തുടങ്ങുക. അങ്ങനെ സേവ കൊണ്ട് സേവ ചെയ്ത് എല്ലാ ഇന്ദ്രിയങ്ങളിലും നമ്മൾ പ്യൂരിഫൈഡ് ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അധോക്ഷനായ കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു ശരിയാണ്, കൃഷ്ണൻ അധോക്ഷനാണ്. പക്ഷെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? കൃഷ്ണൻ അഹൈതുവായ കൃപ കൂടെ വരുന്നിട്ട് നമുക്ക് ഭക്തി പ്രദാനം ചെയ്യുമ്പോൾ ആ ഭക്തിയിലൂടെ അത ശ്രീകൃഷ്ണനാമാദി ന ഭവേ ഗ്രാഹ്യമേന്ദ്രിയേ, കൃഷ്ണൻ നാമം കൃഷ്ണൻ രൂപം എന്നും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്മൃതിയത. സേവ കൊണ്ട് മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങള് അമലമാകുള്ളൂ. നിർമ്മലത്വ എന്ന് പറയും. നിർമ്മലമാകുന്നതാണ് ഈ മലിനം ഇല്ലാത്ത അവസ്ഥയാണ്, പ്യുവർ ആയിട്ടുള്ള. When the senses become pure, when the senses become transcendental, ആ സമയത്ത് നമ്മുടെ ഇതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കും. ഭഗവാന്റെ എന്താ അതീന്ദ്രിയ രൂപം അപ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളും അതിനെ കാണും, കൃഷ്ണന്റെ ആ രൂപം നേരിട്ട് കാണുക, അത് ഭൗതികമായിട്ട് നമുക്ക് തോന്നുന്നു.
പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങള് കൃഷ്ണന്റെ അഹേതുവായ കൃപ കൊണ്ട് ആ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമായി കഴിഞ്ഞാൽ പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സദൈവ ഹൃദയേഷു ലോകയന്തി. ഇതിനൊക്കെ അർത്ഥം അത് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്യൂറായി കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഭാഗവതാമൃത സനാതന ഗോസ്വാമിയുടെ എന്താണ് അത് വിശ്വാസചക്രത്തിൽ കൂട്ടിയുണ്ട്. കൃഷ്ണന് നമ്മുടെ വിസിബിൾ ആകണമെങ്കിൽ കൃഷ്ണന്റെ ആഗ്രഹം വേണം, കൃഷ്ണൻ ഡിസയർ ഉണ്ടാവും. കൃഷ്ണൻ ഇച്ഛിച്ചാൽ മാത്രമേ നമുക്ക് കൃഷ്ണൻ വിസിബിൾ ആവൂ. വിസിബിൾ ആച്ചാൽ എന്താണ്? നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമാകും. എന്താണ് വിസിബിൾ വെച്ച് കഴിഞ്ഞാൽ കാണുക എന്നല്ലേ? സനാതന ഗോസ്വാമി പറയുന്നത് കൃഷ്ണ ബിക്കംസ് മാനിഫെസ്റ്റ് ബൈ ഹിസ് ഓൺ പവർ ബട്ട് ഹി ഈസ് നോട്ട് റിവീൽഡ് ടു ദ ഐ ആസ് എൻ ഒബ്ജക്ട് ഓഫ് സെൻസ് പെർസെപ്ഷൻ. കൃഷ്ണന്റെ സ്വന്തം ശക്തി കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു കണ്ണുകളുടെ ഒരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് കണ്ണുകളുടെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ഒബ്ജക്റ്റ് വിഷൻ എന്ന രൂപമാണ്. പക്ഷെ ആ നിലയിലുള്ള കൃഷ്ണൻ കാണട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ആ അതീന്ദ്രിയമായ ജ്ഞാനചക്ഷുഷ അല്ലെങ്കിൽ ചക്ഷുഷ അകക്കണ്ണ് ഇതിൽ കൂടെ മാത്രമേ ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പൊ നമ്മൾ ഒരു ഡേറ്റി രൂപം കാണും, അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. പക്ഷെ അതിലിരിക്കുന്ന അതീന്ദ്രിയായിട്ടുള്ള നമ്മുടെ ഇതിലിരിക്കുന്ന ആ അകക്കണ്ണുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മുടെ മാംസമായ ചക്ഷുകൾ കൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവനും കൃഷ്ണന്റെ ഈ രൂപം മനസ്സിലാക്കാൻ പറ്റും. വൃന്ദാവനത്തിന് പുറത്തെന്താണ്? പുറത്തുള്ള ആൾക്കാർക്ക് കൃഷ്ണന്റെ മാധുര്യം, അതായത് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരോട്, കൃഷ്ണൻ അനുകൂലമായി നിൽക്കുന്ന ആൾക്കാരോട് കൃഷ്ണ മാധുര്യം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണം. കൃഷ്ണന്റെ രൂപത്തിനോട് കുറച്ചൊരു എതിർപ്പുള്ള ആൾക്കാർക്ക്, വൈമുഖ്യമുള്ള ആൾക്കാർക്ക് അവർക്ക് നീക്കി മെഡിറ്റേറ്റ്, ആ കൃഷ്ണൻ രൂപം ധ്യാനിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ആ മാധുര്യം അനുഭവിക്കാൻ പറ്റാത്ത മാത്രമേ. അപ്പൊ അങ്ങനെ കൃഷ്ണൻ മെഡിറ്റേറ്റ് ആൾക്കാർക്ക് മോക്ഷം ലഭിക്കുന്നു പറഞ്ഞു. ഇതാണ് സനാതന ഗോസ്വാമി പറയുന്നത്. കൃഷ്ണനോട് ശരീരത്തിനോടുള്ള മമത ഇല്ലാത്ത ആൾക്കാർക്ക് ആ രൂപത്തിൽ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും. കൃഷ്ണന്റെ മാധുര്യഭാവം ഒരിക്കലും കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന്റെ മധുരമായിട്ടുള്ള റിലേഷൻ ഡിവോട്ടീസ് തമ്മിലുള്ള ആ മാധുര്യമായിട്ടുള്ള മധുരമായിട്ടുള്ള രസാത്മകമായിട്ടുള്ള കൈമാറ്റങ്ങള്, റിലേഷൻഷിപ്സ്, രസങ്ങള് ഇതിലൊരിക്കലും അവർക്ക് കിട്ടില്ല. കാരണം അവര് കൃഷ്ണന്റെ രൂപത്തിനെ ആദ്യം അവര് വൈമുഖമുള്ളതായി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രുതി ഗോസ്വാമി സ്ഥാപിക്കുകയാണ്, കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും തുടങ്ങും ജീവാത്മാവ്, അഖിലാത്മാവ്. അതുകൊണ്ട് ആത്മാക്കൾക്ക് കൃഷ്ണനോടാണ് പ്രേമം. അതുകൊണ്ട് ഗോപസ്ത്രീകൾക്കും പശുക്കിടാങ്ങൾക്കും തന്റെ കുട്ടികളെക്കാൾ കൂടുതൽ പ്രേമം കൃഷ്ണനോട് തന്നെയാണ്. മതാംശോത്തുള്ള വസ്തുതോ ജാനാമത്ത കൃഷ്ണം സ്ഥാഷ്ടുചരിഷ്ഠ ഭഗവദ്രൂപമഖിലം നാന്യത് വസ്തിഷ്വാ കിഞ്ചന. Those in this world who understand that Krishna as he is, see all things. Sorry, those in this world who understand Lord Krishna as he is, see all things, whether stationary or moving, as manifest forms of Supreme Personality Godhead. Such enlightened persons recognize no reality apart from Supreme Lord Krishna. കൃഷ്ണനാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്ന ആള് സകല ചരാചരങ്ങളിലും കൃഷ്ണനെ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണനല്ലാത്ത വേറൊരു സത്യമില്ല. എല്ലാം കൃഷ്ണൻ, ഈസ് കണക്ട്സ് എവറിഥിങ് ടു കൃഷ്ണ. ഇത് നമ്മുടെ മഹാഭാഗവതം കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. ഉത്തമാധികാരിയുടെ കാഴ്ചപ്പാടുണ്ട്. സകലനും കൃഷ്ണൻ. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി.
എല്ലാത്തിന്റെ ഉള്ളിലും കൃഷ്ണനെ കാണുന്നു, കൃഷ്ണന്റെ ഉള്ളിൽ എല്ലാത്തിനെയും കാണുന്നു. അങ്ങനെയുള്ള ആള് കൃഷ്ണൻ അല്ലാണ്ട് വേറൊരു റിയാലിറ്റി ഇല്ല അവർക്ക്. സകല ചലിക്കുന്നതിലും ചലിക്കാത്തതിന് ചലനമില്ലാത്തതിലും എല്ലാത്തിന്റെ അടിസ്ഥാനം കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ അവിടുന്ന് മനസ്സിലാക്കുന്ന എല്ലാത്തിന്റെ തുടക്കം കൃഷ്ണൻ. അപ്പൊ ആദ്യം എനർജറ്റിക്, കൃഷ്ണൻ ഈസ് എനർജറ്റിക് ആൻഡ് എനർജീസ്. അപ്പൊ കൃഷ്ണൻ ശക്തിമാൻ, കൃഷ്ണന്റെ ശക്തികൾ, ഇതാണ് ലോകത്തിലുള്ളൂ. ലോകം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ആത്മീയ ലോകം, ഭൗതിക എല്ലാ ലോകം നോക്കിക്കഴിഞ്ഞാൽ ആകെക്കൂടി രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് കൃഷ്ണൻ എനർജറ്റിക്, മറ്റേന്നാണ് എനർജീസ്, കൃഷ്ണന്റെ ശക്തികൾ. അപ്പൊ കൃഷ്ണന്റെ ശക്തികളുടെ എക്സ്പാൻഷൻസ് ആണ് ജീവാത്മാവ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താണ്, കൃഷ്ണൻ എന്ന ശക്തി ജീവാത്മാവിന്റെ എക്സ്പാൻഷൻ ആണ് ഈ ശരീരം എന്നുള്ളത്. ഈ ശരീരത്തിന്റെ എക്സ്പാൻഷൻ ആണ് നമ്മുടെ കുട്ടികള്, മക്കള്, രാഷ്ട്രം എന്നുള്ളത്. അങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. പക്ഷെ ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാത്തിന്റെയും കാരണക്കാരൻ കൃഷ്ണൻ തന്നെയാണ്. ചില ആൾക്കാരെ പറയും, ചില ആൾക്കാർ വാദിക്കാറുണ്ട് ജീവാത്മാവ് വൈകുണ്ഠത്തിലല്ല, അത് തെറ്റാണ് എന്ന് പറയും. അവര് പറഞ്ഞു അത് കൃഷ്ണൻ എന്ന എക്സ്പാൻഷൻ അല്ല. അപ്പൊ ജീവാത്മാവ് വൈകുണ്ഠത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു എന്താ പറയാ ആർഗ്യുമെന്റ്, വാദം ചിലര് ഉന്നയിക്കാറുണ്ട്. അപ്പൊ കൃഷ്ണനിൽ നിന്നുള്ള കൃഷ്ണൻ നേരിട്ട് കൃഷ്ണൻ എക്സ്പാൻഷൻ ആണോ ജീവാത്മാവ്? അല്ല. മമൈ വാംശോ ജീവലോകെ എന്ന് കൃഷ്ണൻ പറയുന്നത് എന്റെ അംശം തന്നെയാണ് കൃഷ്ണൻ. പക്ഷെ പടിപടിയായിട്ടുള്ള എക്സ്പാൻഷൻ ആണ്. ആദ്യം കൃഷ്ണൻ ഒറ്റ എക്സ്പാൻഷൻ ആണ് കൃഷ്ണൻ, അതാണ് ബലരാമൻ. ബലരാമന്റെ എക്സ്പാൻഷൻ ആണ് ഈ പറഞ്ഞ ചതുർവ്യൂഹം. വാസുദേവ സംഘർഷണ പ്രദ്യുമ്ന അനിരുദ്ധ, അതിരിക്കുന്ന സംഘർഷണത്തിന്റെ എക്സ്പാൻഷനാണ്, വിസ്തരണങ്ങളാണ് നാരായണ ഫോംസ്, നാരായണ രൂപങ്ങൾ, വൈകുണ്ഠത്തിരിക്കുന്ന നാരായണ രൂപങ്ങൾ. ഈ നാരായണൻ ഒന്നാണ് മഹാസംഘർഷം. മഹാസംഘർഷം എന്ന് പറയുന്നതാണ് വിഷ്ണു രൂപങ്ങൾ. ആദ്യത്തെ വിഷ്ണുവുമായിട്ടുള്ള കാരണവശായ വിഷ്ണു, കാരണവശായ വിഷ്ണു വരെ വൈകുണ്ഠത്തിൽ തന്നെയാണ്. പക്ഷെ കാരണവശായ വിഷ്ണു വെച്ച് കഴിഞ്ഞാൽ ആ കസ്പിലാണ് കിടക്കുന്നത്, ആ രണ്ടിനും നടുവിലുള്ള ഇതിലാണ് കിടക്കുന്നത് കാരണവശായി. അപ്പൊ പിന്നെ ജീവാത്മാവിന്റെ എക്സ്പാൻഷൻ കാരണവശായി നിന്ന് വരുന്നത്. കാരണവശായ വിഷ്ണു നിന്ന് ജീവതത്വങ്ങള് വിസർജനം ചെയ്തു. അപ്പോ അവരുടെ കോൺഷ്യസ്നസ് ഈ പറഞ്ഞ കാരണവശായ വിഷ്ണു വൈകുണ്ഠത്തിൽ തന്നെയാണ്. അതിന്റെ അപ്പുറമാണ് ഇനി ഭൗതിക ലോകം. അത് എക്സ്പാൻഷൻ ആയിട്ടില്ല, പക്ഷെ അറ്റത്ത് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ചില ജീവാത്മാക്കൾക്കാണ് എന്താണ് ബഹിർമുഖത്വം വരുന്നത്. കൃഷ്ണൻ, ബാക്കി അധികം ആൾക്കാർക്കും കൃഷ്ണനിൽ തന്നെ നോക്കണം. അപ്പൊ അവരെ വൈകുണ്ഠത്തിൽ തന്നെ നിൽക്കണം. അല്ലാത്ത ആൾക്കാർക്കാണ് അവർക്ക് ഭൗതിക ലോകത്തിൽ പോകേണ്ടി വരുന്നത്. അത് നമ്മളെ പോലത്തെ ആൾക്കാർക്ക്. പക്ഷെ എന്ത് തന്നെയാണ് ശരി, ജീവാത്മാക്കള് വൈകുണ്ഠത്തിൽ തന്നെയാണ് വന്നേക്കുന്നത്, വൈകുണ്ഠത്തിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. ഭൗതിക ലോകത്തിൽ വന്നിട്ട് പിന്നെ എക്സ്പാൻഷൻ ഉണ്ടായിട്ടില്ല. എക്സ്പാൻഷൻ മുഴുവൻ നടക്കുന്ന, ആത്മീയമായ എക്സ്പാൻഷൻസ് മുഴുവൻ നടക്കുന്നത് ഇതിലാണ്. പിന്നെ വരുന്നതാണ് എക്സ്പാൻഷൻ എന്നാണ് ഭൗതിക ലോകമാണ്. ഈ ഭൗതിക ലോകം തന്നെ ഭഗവാന്റെ ശക്തിയാണ്, നമുക്ക് പ്രധാനം ഭഗവാന്റെ ശക്തിയാണ് ഏറ്റവും. അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മഹത്തത്വം. മഹത്തത്വത്തിൽ നിന്നാണ് വരുന്നതാണ് ഈ 3 ഗുണങ്ങൾ. അതിൽ നിന്ന് ആവിർഭവിച്ച് വരുന്നതാണ് 24 ഘടകങ്ങൾ. അപ്പൊ 2 തരത്തിൽ നോക്കിയാലും ശരി എന്നാണ്, എല്ലാം കൃഷ്ണന്റെ എനർജിയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ജീവാത്മാവിന് 24 ഘടകങ്ങളായിരിക്കുന്നു. തന്റെ ശരീരത്തിന് എക്സ്പാൻഷൻ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങള് ഇതെല്ലാം ജീവാത്മാവിന് പ്രിയപ്പെട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ ജീവാത്മാവ് എന്നുള്ള ഭഗവാന്റെ വംശമാണ്. ഈ ജീവാത്മാക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ ശരീരങ്ങളും പോലും കൃഷ്ണന്റെ ശക്തി തന്നെയാണ്. ഇന്ന് ആര് മനസ്സിലാക്കുന്നോ അയാളാണ് പെർഫെക്റ്റ് ആയിട്ടാണ്. അതാണ് മഹാഭാരതം. അക്കാരണം അതുകൊണ്ട് അവര് പ്രകൃതിയെ കാണുമ്പോൾ ഇത് പ്രകൃതിയാണ്, കൃഷ്ണന്റെ അത് നമ്മളെ പെട്ടുപോയെന്ന പ്രകൃതി അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. ഈ പ്രകൃതി എന്നുള്ള ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ്. അത് ഒരർത്ഥത്തില് ശക്തിയും ശക്തിമാനും ഒന്ന് അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പ്രകൃതി എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്.
അതുകൊണ്ട് such enlightened persons recognize no reality apart from the supreme Lord Krishna. അതുകൊണ്ട് കൃഷ്ണനല്ലാത്ത വേറൊരു കാര്യം ഇല്ല. ചില പ്രബോധ സുപ്രീം പറയുന്നുണ്ട്, കൃഷ്ണ ബുക്കില് കൂട്ടിയുണ്ട്, വിത്തൗട്ട് ബീങ് എൻ എക്സ്പാൻഷൻ ഓഫ് കൃഷ്ണ നത്തിങ് ക്യാൻ ബി അട്രാക്റ്റീവ്. അപ്പൊ എനിക്ക് എൻ്റെ കുട്ടികളുടെ പ്രേമം തോന്നുകയാണെങ്കിൽ അത് കൃഷ്ണന്റെ എക്സ്പാൻഷൻ തന്നെയാണ്. ഈ കുട്ടി എന്നുള്ളത് നമ്മളെപ്പോഴും ജീവഭൂതാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്നുള്ളത് കൃഷ്ണന്റെ ഭാഗമാണ്. അതിനെ ആവരണം ചെയ്തിരിക്കുന്ന ശരീരം എന്നുള്ളതും കൃഷ്ണന്റെ ഭാഗം എന്നാണ്. അതുകൊണ്ട് എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ പ്രേമം തോന്നുമ്പോൾ ആക്ച്വലി കൃഷ്ണനോട് തന്നെയാണ് പ്രേമമുള്ളത്. ഇത് മനസ്സിലാക്കുന്ന ആൾ. അപ്പൊ ഈ ഭൗതിക ലോകത്തെ പ്രപഞ്ചത്തില് എല്ലാം ഭഗവാന്റെ നമുക്ക് ഭയങ്കര എന്താ പറയാ ശക്തമത്തായിട്ടുള്ള രസമായിട്ടുള്ള ഭംഗിയുള്ളത് എല്ലാം കൃഷ്ണന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രേമം. ഇപ്പൊ 10ാം അധ്യായത്തില് നമ്മൾ അവസാനം വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ ഏവാവഗച്ഛത്വം മമ തേജാംശ സംഭവം. All beautiful, glorious and mighty creations spring from spark of my splendor. ഈ കാണുന്ന ഏറ്റവും ഭംഗിയിലും ജ്ഞാനപ്രദമായിട്ടും ശക്തികളുള്ള എന്തെങ്കിലും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുകയാണെങ്കിൽ അർജുന നീ മനസ്സിലാക്കണം, എൻ്റെ ആ തിളക്കത്തിന്റെ ഒരു അംശമാണത്. അങ്ങനെ ഇതെല്ലാം അങ്ങനെ കൃഷ്ണനെ വ്യക്തമായിട്ട് എല്ലാത്തിനെ എല്ലാം 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 കൃഷ്ണൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് മഹാഭാഗവതൻ. ഈ പറഞ്ഞ വചത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും പശുക്കളടക്കമുള്ള ആൾക്കാരെല്ലാം എന്നാണ് അവരെല്ലാം മഹാഭാഗവതരാണ്. അവർ കൃഷ്ണനെ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല, കൃഷ്ണനെ തന്നെ കാണുന്നില്ല. സർവേഷാം വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതഃ തസ്യാപി ഭഗവാൻ കൃഷ്ണ കിം തദ് വസ്തു രൂപ്യതാം. The original unmanifested form of matter is the source of all material things. ആണല്ലോ അല്ലേ? അൺമാനിഫെസ്റ്റഡ് ഗോചരമല്ലാത്ത ആ പ്രകൃതിയുടെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞ ഗോചരമായിട്ടുള്ള യൂണിവേഴ്സ് എന്ന് വെച്ചാൽ പ്രധാന എന്ന് ഉദ്ദേശിക്കുന്നവിടെ പ്രധാനയാണ് ഈ ഭൗതിക ലോകത്തിന്റെ വേര് അല്ലെങ്കിൽ ഉൽപ്പത്തി, തുടക്കം. അപ്പൊ അതുകൊണ്ട് ഈവൻ ദ സോഴ്സ് ഓഫ് ഈവൻ ദ സട്ടിൽ മാറ്റർ മെറ്റീരിയൽ അതൊക്കെ പ്രധാന എന്നുള്ള കൃഷ്ണൻ വന്നുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാം കൃഷ്ണനെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് കൃഷ്ണന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഏതെങ്കിലും കാണാൻ കഴിയുക? ഒന്നുപോലും കൃഷ്ണന് വ്യത്യസ്തമല്ല. നേരത്തെ ഇതിലാണത് സകല മൂവിങ് അൺമൂവിങ് ആയിട്ടുള്ള എല്ലാം കൃഷ്ണന്റെ ഭാഗമാണ് എന്ന് ചോദിക്കച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ഈ പറഞ്ഞ ഭൗതിക പ്രപഞ്ചത്തിന്റെ 24 ഘടകങ്ങൾ പോലും സൂക്ഷ്മമായിട്ടുള്ള ആ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രധാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ പ്രധാന എന്നുള്ളത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയുടെ ഭാഗമാണ്, അല്ല ബഹിരംഗ ശക്തിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് ഉത്തരമാണത്. നേരത്തെ ചോദ്യം ഉത്തരമാണ്. അപ്പൊ ഭാവാർത്ഥ എന്ന് വെച്ചാൽ ക്രിയേറ്റർ പ്രധാന. ഭാവ അർത്ഥ മീൻസ് ക്രിയേറ്റർ പ്രധാന. അതാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ കാരണം, ഈ പറഞ്ഞ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് കിമദത് വസ്തു രൂപ്യതാം, ഹൂ ഈസ് ഗ്രേറ്റർ ദാൻ കൃഷ്ണ? കിമദത് വസ്തു രൂപ്യതാം, ഏത് വസ്തുവാണ് കൃഷ്ണനേക്കാൾ മഹത്വമായിട്ടുള്ള? ഒന്നുമില്ല. ഇപ്പൊ വസ്തുവിനാന്ന് നോക്കാൻ ഇന്റലിജൻസ് ഉണ്ട്, സെൻസസ് ഉണ്ട്, ആ അർത്ഥത്തിൽ എടുക്കാം. അപ്പോ ഒന്നുപോലും കൃഷ്ണനിൽ നിന്ന് വ്യത്യാസമല്ല എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ബിക്കോസ് ഇസ് കംപ്ലീറ്റ് ഹോൾ. ഓം പൂർണ്ണമത പൂർണ്ണമിതം, എല്ലാം കൃഷ്ണൻ പരിപൂർണമായതുകൊണ്ട് എല്ലാം കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഈസ് എ ഫൈനൽ ഒബ്ജക്റ്റ് ഓഫ് ഓൾ അവർ സർവീസ്. നമ്മുടെ പ്രേമഭരിതമായിട്ടുള്ള ആരാധനയുടെ ഏക കേന്ദ്ര ബിന്ദു, ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ
ലക്ഷ്യം എന്നല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്നുള്ളത് കൃഷ്ണൻ തന്നെയാണ്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് സുഖദേവ് ഗോസ്വാമി പരിഷത്ത് മഹാരാജനോട് ഉത്തരം പറഞ്ഞു കൊടുക്കാം. ചോദ്യത്തിന് മറുപടി. ഹരേ കൃഷ്ണ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വിനയൻ പ്രഭുവിനെ ബസുപുഷ്പുവിന് ചോദ്യങ്ങൾ ക്ലിയർ ആയോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ക്ലിയർ ആയി. പ്രഭു ഹരീഷ് പ്രഭുജി അതിലും ഗംഭീരമായിട്ട് പറയുന്നുണ്ട്, വായിക്കിനേക്കാട്ടും ഗംഭീരമായിട്ട് പ്രഭുജി പറയുന്നോട് കൂടിയുമ്പോ. പക്ഷെ സ്ഥിരമായിട്ട് മനസ്സിൽ നിൽക്കണില്ല, മറക്കുക ചിലപ്പോ. അല്ല പറയൂ, നമ്മൾ ഉള്ളിൽ ശരിയായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. വായിക്കുന്നതിനെക്കാട്ടും ഗംഭീരമായിട്ട് പ്രഭു പറയുന്നുണ്ട്. പക്ഷെ മറവിയാണ് നമ്മുടെ പ്രശ്നം. കുറച്ച് മറന്നു. മറവി എന്തുകൊണ്ട് വരുന്നു? കാരണം നമ്മൾ വേറെ കാര്യങ്ങളിൽ നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ നിർമ്മലത്വ, സത്വഗുണത്തിനെ നിർമ്മലത്വം. എന്താ നിർമ്മലത്വ വെച്ച് കഴിഞ്ഞാൽ അത് കലർന്നു ചെയ്യും. ബാക്കിയായിട്ട് ഉള്ളിൽ കലരുന്നില്ല. അതെ, അപ്പൊ നമുക്ക് മലിനമാകുന്നത്. മലിനമാകുമ്പോ ഈ പറഞ്ഞ കാര്യം പിന്നെയും കേട്ടാ മതി മാതാജി. മലിനമാകാനുള്ള സാധ്യതകൾ തള്ളണം. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? ആനുകൂല്യസ സങ്കല്പ പ്രാതികൂല്യസ വർദ്ധനം. നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് രണ്ടാമത്തെയാണ് പ്രധാനം. സങ്കല്പം എന്ന് പറയും. സങ്കല്പം സങ്കല്പമല്ല, വികല്പം എന്ന് വെച്ചാൽ എന്താണ്? എതിരായിട്ടുള്ള സാധനത്തിനെ തടഞ്ഞു നിർത്താണല്ലോ. അപ്പൊ ഒരിക്കലും നമ്മുടെ ആ അവബോധം, കൃഷ്ണാബോധം എന്നുള്ളത് നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഗൗഡിയ വൈഷ്ണവ പറയുന്നത് മാത്രമേ പ്യുവറായിട്ടുള്ള കൃഷ്ണാബോധമുള്ളൂ. ആ പ്യുവറായിട്ടുള്ള കൃഷ്ണാബോധം ഗൗഡിയ വൈഷ്ണവം ഇരിക്കുമ്പോ വേറെ ആൾക്കാരുമായിട്ട് കലരുമ്പോ അവിടെ മാലിന്യം വരും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്കത് തടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ വീണ്ടും അതിലേക്ക് ശരിയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് അതില് ഉറക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് മിക്സിങ്. അത് നമ്മുടെ സ്വാർത്ഥം അവിടെ നമ്മൾ നോക്കണം. നമ്മുടെ സ്വാർത്ഥം എന്താണ്? മാലിന്യം, നിർമ്മലമായിട്ടുള്ള കൃഷ്ണാബോധം നമുക്ക് വേണം എന്നുള്ള സ്വാർത്ഥം. നിർമ്മലത്വത്തിൽ നിൽക്കണം എന്നുള്ള ഒരു സ്വാർത്ഥത നമുക്ക് വേണം. അപ്പോഴാണ് നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രം ഉറച്ചു കിട്ടുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അതെ. ഹരേ കൃഷ്ണ. ഞാന് ഇന്ന് നാരായണീയ വായിക്കാൻ പോണ്ടി. അത് അവിടെ നമ്മൾ പെട്ടുപോയിക്കണ്. അതില് ആ ഗ്രൂപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. കാരണം ഉറക്ക ശബ്ദമുണ്ട്, വായിക്കാൻ വരണം. അങ്ങനെ മാസത്തിലൊരിക്കൽ പോവും. അതിങ്ങനെ പോവാരുടെ കൂടെ നമ്മുടെ അമ്പലത്തിലല്ലേ എന്നിട്ട് പോവും. അതെ. അപ്പൊ നമ്മള് അവിടെ വേറെ കുറച്ച് ആൾക്കാരെ പ്ലീസ് ചെയ്യാനുള്ള ആഗ്രഹം കാണിക്കണം. അല്ല അവരോടും ഞാനിതിന് തർക്കിക്കും. ഈ സംഭവമായിട്ട് ഞാൻ എന്നെ ചേരാൻ സമ്മതിക്കില്ല. ഞാൻ പറയും വായിക്കാൻ വരും, ഓക്കെ. പക്ഷെ ഇത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർക്ക് അത് കേൾക്കാൻ വയ്യ നമ്മുടെ കാര്യങ്ങള്. അപ്പൊ അതാ കാര്യം. ഇപ്പൊ അവരോട് പറ്റി അവിടുന്ന് ഈ നമ്മുടെ വരെ ഉറപ്പായ വരെ വേണം ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാലോ. അതിന് തടസ്സം. അപ്പൊ അതുപോലും അവർക്ക് താല്പര്യം അറിയുമ്പോ അവർക്ക് അതിലും താല്പര്യമൊന്നുമില്ല. അവർക്കൊരു ഷോ പോലെ കൊണ്ടുനടക്കണം. ഇതൊക്കെയാണ് ആത്മീയം. അമ്പലത്തിൽ പോകുന്നു, നാരായണീയം വായിക്കണു, പല അമ്പലങ്ങളിൽ പോകണു. അത് അതിനാണ് അവരുടെ ഇതിൽ കിടക്കണം. അങ്ങനെയുള്ള കലർന്ന ആൾക്കാരെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അവര് നമ്മുടെ അടുത്തേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല. അതേ സമയത്ത് അവരുടെ പ്രോഗ്രാമിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളെ കൂട്ടിക്കൊണ്ടും. കറക്റ്റാ. ഞാൻ വളരെയധികം കുറച്ചു. നമ്മുടെ അമ്പലത്തിൽ മാത്രമേ വഴങ്ങി കൊടുക്കുമ്പോ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് എതിരായിട്ട് വരും നമ്മൾ വഴങ്ങുമ്പോ. നമുക്ക് അവരോട് ദേഷ്യം തന്നെ. കാരണം നമുക്ക് നമ്മുടെ സ്വാർത്ഥം ആവശ്യമാണ്. അപ്പൊ ഞാൻ തൊട്ടക്കം തന്നെ ഇത് കൃഷ്ണാബോധം തുടങ്ങി ഞാൻ മനസ്സിലാക്കി. ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്തു. അവിടെ യാതൊരു കാര്യങ്ങളും അനുകൂലിയാണ് സങ്കല്പ പ്രാതികൂല്യ വർജനം എന്ന് പറഞ്ഞ വർജിക്കുക തന്നെയാണ് പറഞ്ഞത് അവിടെ. കാരണം വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങേയറ്റം സ്വാതന്ത്ര്യമുള്ള ആളാണ്. ഹരേ കൃഷ്ണ.